തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. പങ്ങാരപ്പള്ളി ആതിര കലാ സാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷം പ്രൗഢമായി. പങ്ങാരപ്പള്ളി ആതിര കലാ സാംസ്കാരിക സമിതിയുടെ 42ാമത് വാർഷികം, ഗ്രാമീണ വായനശാലയുടെ 35ാമത് വാർഷികവും പ്രൌഢഗംഭീരമായി ആഘോഷിച്ചു. വൈകുന്നേരം വനിതാവേദി അംഗങ്ങളുടെ മെഗാ ഫ്യൂഷൻ ഡാൻസോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത പ്രഭാഷകൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യ, നീ മുന്നോട്ട് നോക്കിയാൽ മാത്രം പോരാ. പക്ഷിമൃഗാദികൾ മുന്നോട്ട് മാത്രം നോക്കുന്നവരാ. അവർക്ക് കാലത്തിനും ദേശത്തിനും പുറകോട്ടില്ല. എവിടെ നിന്നാ വന്നതെന്ന് അവർക്കറിയില്ല. അവർക്ക് മുന്നോട്ട് ഭക്ഷണം എവിടെ കിട്ടും, ഉറങ്ങാനുള്ള സൗകര്യം എവിടെ കിട്ടും, വെള്ളം എവിടെ കിട്ടും, ഇണയെ എവിടെ കിട്ടും, ഇത് മാത്രം നോക്കി മുന്നോട്ട് നടക്കുന്നവരാണ് പക്ഷിമൃഗാദികൾ. മനുഷ്യര് കടന്നു വന്ന വഴികൾ 42 വർഷം മുമ്പ് ആതിര കലാ സാംസ്കാരിക വേദി ഉണ്ടാക്കിയത് ഓർക്കണം നമ്മൾ. 35 വർഷം മുമ്പ് ആതിര ഗ്രാമീണ വായനശാല ഉണ്ടാക്കിയത് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. പുറകോട്ട് നോക്കണം. 2024 കഴിഞ്ഞിട്ട് ജനുവരി 1-ാം തീയതി 2024 അവലോകനം ചെയ്തുകൊണ്ട് എല്ലാ പത്രങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തകൾ, സംഭവവികാസങ്ങൾ ഒക്കെ എഴുതി വെച്ചല്ലോ. എന്തിനാ? മനുഷ്യന് മാത്രമേ കടന്നു വന്ന ഓർമ്മകളുള്ളൂ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. കടന്നു വന്ന വഴികൾ അറിയണം. എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്ന തിരിച്ചറിവുണ്ടാവൂ. ആ തിരിച്ചറിവുണ്ടാവണമെങ്കിൽ ഈ വായനശാലയെ മുന്നിലും ഉള്ളിലും നയിച്ച പല നേതാക്കന്മാരുണ്ട്, പല സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവരാകുന്ന വിളക്കുമരമേ, വിളക്കുമരമേ വെളിച്ചമുണ്ടോ. KPSCയുടെ അശ്വമേധം നാടകത്തിൽ പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന വയലാറിന്റെ പാട്ടിലെ വരിയാണിത്. ഞാനന്ന് നാടകം കണ്ടപ്പോ വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് കുഷ്ഠരോഗി പാടുന്ന കേട്ടിട്ട് ഞാൻ വിചാരിച്ചത് സ്ട്രീറ്റ് ലൈറ്റ് കത്തായിട്ട് പാടിയതാന്നാ. വിളക്കുമരമേ വെളിച്ചമുണ്ടോ. ഇപ്പോഴാ അതിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. മനുഷ്യന്റെ പ്രത്യേകത എന്താണ് മനുഷ്യൻ? നിങ്ങൾ എല്ലാവരും ഒന്ന് ഉറപ്പിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കുക. എന്താണ് മനുഷ്യൻ? മനുഷ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ 2 തവണ ഈ നിർവചനം പറയും. ഈ 2 തവണയുള്ള നിർവചനത്തിലൂടെ നിങ്ങൾ ഉറപ്പിക്കണം. ഒന്ന്, മനുഷ്യൻ എന്തെന്ന് വെച്ചാൽ ഭൂതകാലത്തിന്റെ ഓർമ്മകളും അറിവുകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യവുമായിട്ട് ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. ഒന്നുകൂടി ഞാൻ പറയാം. ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ നിന്നും അറിവുകളിൽ നിന്നും ഊർജം ശേഖരിക്കണം. അതിനാ നമ്മൾ പഠിക്കുന്നത്. രാജാക്കന്മാരുടെ ചരിത്രം, യുദ്ധത്തിന്റെ ചരിത്രം മാത്രമല്ല. നമ്മളെ അറിവുകളെല്ലാം ഭൂതമാണ്, സംഭവിച്ചതാണ്. ആ അറിവുകൾ, ഇതുവരെ നേടിയ അറിവുകൾ പഠിക്കുന്നത് എന്തിനാണ് കുട്ടികളെ? ആ അറിവുകൾ നേടി പഠിക്കുന്നത് പരീക്ഷ എഴുതിയിട്ട് മാർക്ക് വാങ്ങാനും A+ വാങ്ങാനുമല്ല. ആ അറിവുകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് ഈ അറിവുകളെ വർത്തമാന കാലഘട്ടവുമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ ദേശത്തിനും നമ്മുടെ കാലത്തിനും പറ്റിയ രീതിയിൽ അതിനെ പുതുക്കണം. അത് പുതുക്കിയിട്ട് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി. തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് PK ഗോപാലൻ, ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, ആതിര കലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് R കാളിദാസ്, സെക്രട്ടറി KS ഉദയൻ, ഗ്രാമീണ വായനശാല പ്രസിഡന്റ് MM അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. മാത്രം നേരത്തെ ശ്രീ സുബ്രഹ്മണ്യം പറഞ്ഞ പോലെ പഴയകാലത്ത് ഉണ്ടായിരുന്ന ദാരിദ്ര്യത്തെ കുറിച്ച് പുള്ളി ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ടായി. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ആ ദാരിദ്ര്യം ഇല്ല എന്നാണ് പറഞ്ഞു പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ദാരിദ്ര്യം ഇല്ല. അവർക്ക് പഠിക്കാൻ പ്രയാസങ്ങളില്ല, പുസ്തകങ്ങൾക്ക് പ്രയാസമില്ല,
സൗകര്യങ്ങൾക്ക് പ്രയാസങ്ങളില്ല, ഒന്നും നമ്മുടെ കേരളത്തിലില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി പരിശോധിച്ചാൽ ഗ്രന്ഥശാലകളുടെ എണ്ണം ഏകദേശം 10,000 ഗ്രന്ഥശാല കേരളത്തിലുണ്ട്. ഇത്രയധികം ഗ്രന്ഥശാല കേരളത്തിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഒരു വർഷം ഇറക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന കൂട്ടത്തിൽ ഒരു പുസ്തകം വാങ്ങാൻ തയ്യാറായാൽ അത് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ വായനയുടെ പ്രത്യേകത എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കി കൊടുത്ത ഇത്രയും വലിയ ഒരു പ്രഭാഷകന്റെ വാക്കുകൾ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ 40 കൊല്ലത്തെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത്. ഏതായാലും നിങ്ങൾ ഈ ഗ്രാമീണ വായനശാലയ്ക്കപ്പുറം ഞാൻ മനസ്സിലാക്കിയത് ഉദ്ഘാടകൻ പറഞ്ഞ പോലെ നല്ലൊരു മനുഷ്യനാകണം. ഇങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനാകുന്നത്. തൻ്റെ സമൂഹത്തെയും തന്നെയും അവരുടെ വിഷമങ്ങളെയും എല്ലാം അറിഞ്ഞുകൊണ്ട് അവരുടെ വേദന കുറച്ച് കേട്ടുകൊണ്ട് ആ വേദനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്ന സമൂഹമായി വളരാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചോദനം നൽകാൻ ഈ ആദ്യക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും വേദിയിൽ വെച്ച് സമിതി മെമ്പറും പോലീസ് സേനയിൽ 27 വർഷം സേവനമനുഷ്ഠിച്ച SI PS സുബ്രഹ്മണ്യനെ ആദരിച്ചു. ഈ ആദരം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ വായനശാലയുടെ ആദ്യ ലൈബ്രറിയന്മാരിൽ ഒരാളാണ് ഞാൻ. ഈ ലൈബ്രറിയൻ ആവുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് തന്നെ അറിയില്ല, പഴയ തലമുറയിലുള്ളവർക്കറിയാം. കാരണം ഞാൻ ഒരു കൈക്കോട്ടുമായി റബ്ബർ കുഴി കുത്തിയും കുരുമുളക് പറിച്ചും പത്രം വിതരണം ചെയ്തും ഒക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. തുടർന്ന് തിരുവാതിരക്കളി അരങ്ങേറി. റിപ്പോർട്ട് നമ്പർ 79 എന്ന നാടകത്തോടുകൂടി പരിപാടികൾക്ക് സമാപനം കുറിച്ചു. CCV ന്യൂസ്, ചേലക്കര.